എന്താണ് ഈ ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്? നമ്മൾ ക്ലാസ് റൂമിലിരുന്ന് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും മാത്രം പഠിക്കുന്നതല്ല ലേണിംഗ്. പിന്നെന്തൊക്കെയാണ്? ഞാൻ എന്ത് ഫിയറിനെയും നേരിടാനുള്ള ഗട്ട്സ് ഉണ്ടെന്ന് നമ്മൾ തീരുമാനിക്കണം. അതാണ് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഡിപ്പെൻഡബിൾ പൊസിഷനിൽ നിന്ന് സക്സസ്ഫുൾ പൊസിഷനിലേക്ക് മാറണമെങ്കിൽ ഒരു ലേണിംഗ് പ്രോസസ്സിങ്ങിലൂടെ നിങ്ങൾ പോകണം. അതായത് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഡിപ്പെൻഡബിൾ സോണാണ്, കംഫർട്ട് സോണാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് എവിടോട്ട് വരണം? സക്സസ്ഫുൾ പേഴ്സൺ ആകുന്ന ഇന്നർ ഡിപ്പെൻഡബിൾ സോണിലേക്ക് വരണമെങ്കിൽ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ ഏതിലൂടെ പോകണം? ലേണിംഗ് പ്രോസസ്സിലൂടെ പോകണം. എന്താണ് ഈ ലേണിംഗ് പ്രോസസ്സ്? ഇപ്പം ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഫിയറിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് വേണം. പ്രോബ്ലത്തിനെയും ചലഞ്ചസിനെയും നേരിടാനുള്ള കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഡിപ്പെൻഡബിൾ സോണിൽ നിന്ന്, കംഫർട്ട് സോണിൽ നിന്ന് സക്സസ് സോണിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ചിലരെങ്കിലും ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ? ലോട്ടറി ടിക്കറ്റ് എടുക്കും. അവർക്ക് ഏതിൽ കൂടെ പോകണ്ട? ഈ ലേണിംഗ് പ്രോസസ്സിംഗ് കൂടെ പോകണ്ട, ലേണിംഗ് സോണിൽ കൂടെ പോകണ്ട. ലക്കിൻ്റെ ഒരു ഫാക്ടർ അവർക്ക് കിട്ടിയാൽ മതി. കംഫർട്ട് സോണിൽ നിന്ന് നേരെ ജമ്പ് ചെയ്ത് എവിടെ എത്താം? സക്സസ് സോണിലെത്താം. പക്ഷെ അങ്ങനെ സക്സസ് സോണിൽ എത്തുമ്പോഴുള്ള പ്രശ്നം എന്താണ്? അവിടെ സ്റ്റേബിൾ അല്ല, ഇന്നർ ഡിപ്പെൻഡബിൾ അല്ല. പിന്നെന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ഫീൽ ചെയ്യും. പക്ഷെ എന്ത് ചെയ്യും? ആ ലക്കിൻ്റെ നമുക്ക് കിട്ടിയ എൻജോയ്മെൻറ്റ് തീരുന്ന മൊമെൻ്റ് കൊണ്ട് പിന്നെ ആരാവും? നേരെ ഫെയിലിലേക്ക് ഡൗൺ ആയിട്ട് പോകും.